Today we are going to see the different types of data used in Java language. ജാവയിൽ നമ്മൾ ഉപയോഗിക്കുന്ന പല ടൈപ്പിലുള്ള ഡേറ്റാസ് ആണ് നമ്മളിന്ന് കാണുന്നത്. യൂഷ്വലി എ ഡേറ്റ ഈസ് സ്റ്റോർഡ് ഇൻ എ വേരിയബിൾ. സാധാരണ ഒരു ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത് ഒരു വേരിയബിൾ ആണ്. സോ എ വേരിയബിൾ ഈസ് എ കണ്ടെയ്നർ which holds the value while a program is executed. ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ആ പ്രോഗ്രാമിലുള്ള ഉപയോഗിക്കുന്ന വാല്യൂസ് സ്റ്റോർ ചെയ്യുന്ന ആ സ്പേസിനെ വിളിക്കുന്ന പേരാണ് വേരിയബിൾ. ആ സ്പേസിന് നമ്മൾ കൊടുക്കുന്ന പേരിനെ നമ്മൾ വിളിക്കും വേരിയബിൾ നെയിം. സോ ഇൻ ഓർഡർ ടു assign a value into a variable, we should declare a data type for that variable. നമ്മൾ വേരിയബിളിലേക്ക് ഒരു വാല്യൂ അസൈൻ ചെയ്യുന്നതിന് മുമ്പ് ആ വേരിയബിൾ ഏത് ടൈപ്പ് വാല്യൂ ആണ് നമ്മൾ അസൈൻ ചെയ്യാൻ പോകുന്നത് എന്നുള്ള ആ ഡേറ്റ ടൈപ്പ് ആ വേരിയബിളിൽ നമ്മൾ ഡിക്ലെയർ ചെയ്തിരിക്കണം. ഫോർ എക്സാമ്പിൾ ഇവിടെ ഇൻറ്റ് ഡേറ്റ ഇസിക്കൽ ടു 50. ഇപ്പോൾ ഇവിടെ ഡേറ്റ എന്ന് പറയുന്നത് ദിസ് ഈസ് എ വേരിയബിൾ ഓഫ് ഡേറ്റ ടൈപ്പ് ഇൻറ്റീജിയർ ആൻഡ് ദിസ് വേരിയബിൾ ഹോൾഡ്സ് എ വാല്യൂ 50. 50 എന്ന് പറഞ്ഞ വാല്യൂ ഹോൾഡ് ചെയ്യുന്ന അസൈൻ ചെയ്തിരിക്കുന്ന ഡേറ്റ ടൈപ്പ് വേരിയബിളാണ് ഡേറ്റ. അതിൻ്റെ ഡേറ്റ ടൈപ്പ് ഇൻറ്റീജർ ആണ്. സോ ഇൻ ജാവ ഡേറ്റ ടൈപ്സ് ക്യാൻ ബി ജനറലി ഡിവൈഡഡ് ഇൻറ്റു 2 types. ജാവയിലെ 2 ടൈപ്പ് ഡേറ്റാസ് ആണ് ഉള്ളത്. ദ ഫസ്റ്റ് ടൈപ്പ് ഈസ് കോൾഡ് പ്രിമിറ്റീവ് ഡേറ്റ ടൈപ്സ്. Second type is called non-primitive data types. Primitive data types is also known as basic data type or built-in data type or intrinsic data type or predefined data types. പിന്നെ പല പേരുകളുണ്ട്. ബേസിക് ഡാറ്റ ടൈപ്സ് എന്ന് പറഞ്ഞാൽ എല്ലാ ലാംഗ്വേജിൻ്റെയും കോമൺ ആയിട്ട് ഉള്ള കുറേ ബേസിക് ഡാറ്റ ടൈപ്സ് ഉണ്ട്. സിക്കും CPP-ക്കും ജാവയ്ക്കും എല്ലാം അത് തന്നെയാണ് ഇവിടെയും. പ്രീഡിഫൈൻഡ് ആണ്, ബിൽറ്റിൻ ആണ്. രണ്ടാമത്തെ ടൈപ്പ് നോൺ പ്രിമിറ്റീവാണ്. അപ്പം പ്രീഡിഫൈൻഡ് അല്ല, ബേസിക് ഡാറ്റ ടൈപ്പ് അല്ല, ബിൽറ്റിൻ അല്ല. അപ്പം അങ്ങനെയുള്ളത് നമ്മൾ വിളിക്കുന്ന പേരാണ് യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ് എന്ന് പറയും. നോൺ പ്രിമിറ്റീവ് അല്ലെങ്കിൽ യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്സ്. ഇപ്പോൾ പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്സിൻ്റെ കീഴിൽ വീണ്ടും 2 ടൈപ്പ് ഡാറ്റ ഉണ്ട്. ന്യൂമറിക്കൽ ഡാറ്റ ടൈപ്സ് ഉണ്ട്, നോൺ ന്യൂമറിക്കൽ ഡാറ്റ ടൈപ്സ് ഉണ്ട്. ന്യൂമറിക് മീൻസ് റിലേറ്റഡ് വിത്ത് ഡിജിറ്റ്സ്. ഡിജിറ്റുമായിട്ട് ബന്ധപ്പെട്ട ഡാറ്റ ടൈപ്സ് ആണ് ന്യൂമറിക്. ഡിജിറ്റ് ആയിട്ട് ബന്ധപ്പെടാത്തതാണ് നോൺ ന്യൂമറിക്. ഫോർ എക്സാമ്പിൾ ക്യാരക്ടർ, ബൂളിയൻ, ഇതൊക്കെ നോൺ ന്യൂമറിക് ആണ്. ഇനി ദിസ് ന്യൂമറിക്കൽ ഡാറ്റ ടൈപ്സ് ഓൾസോ ക്ലാസിഫൈഡ് ഇൻറ്റു 2 types, ഇൻറ്റീജർ ഡാറ്റ ടൈപ്സ് ആൻഡ് ഫ്ലോട്ടിംഗ് പോയിന്റ് ഡാറ്റ ടൈപ്സ്. ന്യൂമറിക് ഡാറ്റ ടൈപ്സിനെ വീണ്ടും ക്ലാസിഫൈ ചെയ്യുന്നു ഇൻറ്റീജർ ഡാറ്റ ടൈപ്പ് എന്നും ഫ്ലോട്ടിംഗ് പോയിന്റ് ഡാറ്റ ടൈപ്പ് എന്നും. അഗെയിൻ ദിസ് ഇൻറ്റീജർ ഡാറ്റ ടൈപ്പ് ഈസ് ഡിവൈഡഡ് ഇൻറ്റു ബൈറ്റ്, ഷോർട്ട്, ഇൻറ്റ് ആൻഡ് ലോഗ്. ഇൻറ്റീജർ ഡാറ്റ ടൈപ്പിനെ വീണ്ടും നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. ഒന്ന് ബൈറ്റ് ഡാറ്റ ടൈപ്പ്. ബൈറ്റ് മീൻസ് 8 bits. The size of a byte will be 8 bits. 8 ബിറ്റുകളുടെ, അതായത് 1 ബൈറ്റ് ആണ് സൈസ്. നമുക്കറിയാം യൂസിങ് 8 bits we can store 256 values. 8 ബിറ്റിൻ്റെ അകത്ത് നമുക്ക് 0 to 255 വരെയുള്ള 256 വാല്യൂസേ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റത്തുള്ളൂ 8 bit രജിസ്റ്ററിൽ. 000 അങ്ങനെ മുതൽ എല്ലാം 1 വരെയുള്ള 0 to 255 വരെയുള്ള മൊത്തം 256 വാല്യൂസ് നമുക്ക് സ്റ്റോർ ചെയ്യാം. ഇൻ ജാവ വി യൂസ് സൈൻഡ് നമ്പർ സിസ്റ്റം. ജാവയിൽ നമ്മൾ ഉപയോഗിക്കുന്നത് സൈൻഡ് നമ്പർ സിസ്റ്റമാണ്. ദാറ്റ് മീൻസ് ജാവ യൂസസ് ബോത്ത് നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് നമ്പേഴ്സ്. നെഗറ്റീവും പോസിറ്റീവ് നമ്പേഴ്സ് ജാവയിൽ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് ഡേറ്റ ടൈപ്പിലാണെങ്കിലും
അതിൻ്റെ അകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന വാല്യൂസിൻ്റെ നേർപകുതി നെഗറ്റീവ് സൈഡിലേക്ക് കൊടുക്കണം, നേർപകുതി പോസിറ്റീവിന് വേണ്ടിയിട്ട്. അപ്പം ഒരു ഡാറ്റ ടൈപ്പിൽ എന്തുമാത്രം വാല്യൂ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ബൈറ്റിലെ 256 വാല്യൂസ് സ്റ്റോർ ചെയ്യാം എന്ന് പറഞ്ഞു. ഈ 256 വാല്യൂസിൽ 128 എണ്ണം നെഗറ്റീവ് വാല്യൂസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കണം, ബാക്കിയുള്ള 128 എണ്ണം പോസിറ്റീവ് വാല്യൂസിന് ഉപയോഗിക്കണം. അപ്പോൾ അതുകൊണ്ടാണ് റേഞ്ച് എന്ന് പറയുന്നത്, നമ്മൾ പറയും -128 to 0 വരെ, -128 to -1 വരെ, -128, 0 to 127, 0 മുതൽ പോസിറ്റീവാണ്, 0 to 127 പ്ലസ് 128. അപ്പം അങ്ങനെ മൊത്തം 256 വാല്യൂസ് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇവിടെ റേഞ്ചുകൾ ഒന്നും നിങ്ങൾ കാണാൻ പഠിക്കേണ്ട കാര്യമില്ല, കാരണം ടോട്ടൽ ബിറ്റ്സ് നിങ്ങൾക്ക് അറിയാതിരിക്കണം, സൈസ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. 1 ബൈറ്റ് എന്ന് പറയുമ്പോൾ ടോട്ടൽ 8 ബിറ്റ്സ്. 8 ബിറ്റിൻ്റെ അകത്ത് നേർപകുതി എന്ന് പറയുന്നത് 2�7, 2�8 എന്ന് പറയുന്നത് 256, 2�7 എന്ന് പറയുമ്പോൾ 128. അതുകൊണ്ട് തന്നെ റേസ്റ്റ് നമ്മൾ ഇടുമ്പം പകുതിയാക്കാൻ വേണ്ടി നമ്മൾ 2�7 ആണ് പകുതി. അപ്പോൾ -2�7 മുതൽ -128 മുതൽ പ്ലസ് 2�7 വരെ പറ്റിയില്ല, പ്ലസ് 128 ഇല്ല, 0 മുതൽ നമ്മൾ നോക്കുമ്പോൾ 127 വരെ പാടുള്ളൂ. അതുകൊണ്ടാണ് 2�7 - 1. ഇതാണ് ഒരു ബൈറ്റിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത്. ഒരു ബൈറ്റ് മീൻസ് 8 ബിറ്റ്സ്. സോ 2⁸ ആയിരിക്കും അതിൻ്റെ നമ്പർ ഓഫ് ബിറ്റ്സ്. അതുകൊണ്ട് തന്നെ നമുക്ക് -2�7 മുതൽ 2 പ്ലസ് 2�7 - 1 വരെയുള്ള വാല്യൂസ് നമുക്ക് കൊടുക്കാൻ പറ്റും റേഞ്ചിൽ. ഇതിൻ്റെ ഇടയ്ക്കുള്ള ഏത് വാല്യൂസ് നമുക്കൊരു ബൈറ്റായിട്ട് നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്യാം. അതുപോലെ തന്നെ രണ്ടാമത്തെ ഡേറ്റ ടൈപ്പാണ് ഷോർട്ട്. ഷോർട്ടിൻ്റെ സൈസ് 2 ബൈറ്റ്സാണ്. 2 ബൈറ്റ്സ് എന്ന് പറയുമ്പോൾ 2⁻16 ബിറ്റ്സ് ആണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ 2⁻15 ആണ്. 2⁻16ൻ്റെ പകുതി 2⁻15. അതുകൊണ്ട് ദ റേഞ്ച് സ്റ്റാർട്ട് ഫ്രം -2⁻15 ടു 0 മുതൽ ഇൻക്ലൂഡ് ചെയ്യുന്നതുകൊണ്ട് 2⁻15 വരികയല്ല, -1 ഒന്ന് കുറയും, ഒന്ന് 0 ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് റേഞ്ച് ഓഫ് എ ഷോർട്ട് ഡാറ്റ ടൈപ്പ് വിൽ ബി -2⁻15 ടു പ്ലസ് 2⁻15 -1. ഇതുപോലെ നിങ്ങൾ ഇത് മനസ്സിലാക്കിയാൽ ഒന്ന് കാണാൻ പഠിക്കേണ്ട കാര്യമില്ല. അടുത്തത് ഇൻറ്റ് ആണ്. ദ സൈസ് ഓഫ് ഇൻറ്റ് വിൽ ബി 4 ബൈറ്റ്സ്. CPPയും C ഒക്കെ വ്യത്യാസമുണ്ട്. അവിടെ 2 ബൈറ്റ്സ് ആണ്, ഇവിടെ 4 ബൈറ്റ്സ് ആണ്. സോ ടോട്ടൽ നമ്പർ ഓഫ് ബിറ്റ്സ് വിൽ ബി 32. സോ ദ ഹാഫ് വിൽ ബി 31. ഇതിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ 2⁻32ൻ്റെ പകുതി -2⁻31 ടു പ്ലസ് 2⁻31 -1. ഇതാണ് അതിൻ്റെ റേഞ്ച്. ഈ റേഞ്ചിലുള്ള ഏത് വാല്യൂസ് നമുക്ക് ഇൻറ്റീജർ ഡാറ്റ ടൈപ്പിൽ നമുക്ക് ഉപയോഗിക്കാം. അടുത്തതാണ് ലോങ്. സൈസ് വിൽ ബി 8 ബൈറ്റ്സ്. അപ്പം ടോട്ടൽ ബിറ്റ്സ് 64 ആണ്. ഇതിൻ്റെ പകുതി റേഞ്ച് വരുമ്പോൾ 2⁻63 ആണ്. ഇതിൻ്റെ പകുതി -2⁻63 ടു 2⁻63 -1. ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി, അല്ലാതെ വാല്യൂസ് ഒന്നും നിങ്ങൾ കാണാൻ പഠിക്കേണ്ട ആവശ്യമില്ല. റേഞ്ച് ഇങ്ങനെ നിങ്ങൾ പഠിച്ചിരിക്കുക. ഇൻറ്റീജർ ആയതുകൊണ്ട് എല്ലാത്തിൻ്റെയും ഡിഫോൾട്ട് വാല്യൂ 0 ആയിരിക്കും. നമ്മൾ പ്രത്യേകിച്ച് വാല്യൂ ഒന്നും അസൈൻ ചെയ്തില്ലെങ്കിൽ ദ വാല്യൂ വിൽ ബി 0 ബൈ ഡിഫോൾട്ട്. രണ്ടാമത്തെ ടൈപ്പാണ് ഫ്ലോട്ടിംഗ് പോയിൻ്റ് ഡാറ്റ ടൈപ്സ്. അത് 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് ഫ്ലോട്ട്, 2 ഡബിൾ. ഫ്ലോട്ടിൻ്റെ സൈസ് 4 ബൈറ്റ്സ്. റേഞ്ച് നിങ്ങളിവിടെ ഒന്ന് കാണാതെ പഠിക്കണം. 1.4 e⁻⁻38 e⁻⁻38 ആണ്. ഇവിടെ പുതിയ രീതിയിലുള്ള അല്ലെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് എഡിഷനകത്ത് വന്നേക്കുന്ന റേഞ്ച് എന്ന് പറയുന്നത് 1.4 e⁻. മീൻസ് എക്സ്പൊണൻഷ്യൽ. റേസ്റ്റ് എന്നർത്ഥം ഉള്ളൂ, എക്സ്പെൻഷൻ.
exponential 0.45 to 3.4 e raised to 0.38. ഇതാണ് ഇതിൻ്റെ റേഞ്ച്. ഇത് നിങ്ങളൊന്ന് കാണാതെ പഠിച്ചിരിക്കണം. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇൻ ജാവ എ ഡെസിമൽ നമ്പർ വിൽ ബി കൺസിഡേർഡ് ആസ് ഡബിൾ ബൈ ഡിഫോൾട്ട്. സാധാരണ നമ്മൾ പോയിന്റ് കൂട്ടിയുള്ള ഇപ്പോൾ 24.4 എന്ന് നമ്മൾ വെറുതെ ഡിക്ലെയർ ചെയ്താൽ ദാറ്റ് വാല്യൂ വിൽ കൺസിഡേർഡ് ആസ് ഡബിൾ ബൈ ഡിഫോൾട്ട്. ഡിഫോൾട്ടായിട്ട് അത് ഡബിൾ ആയിട്ടേ കൺസിഡർ ചെയ്യത്തുള്ളൂ. സോ if we declared a value as float, that value should be immediately followed by a small f or capital F. നമ്മൾ ഫ്ലോട്ടിൽ ഏതെങ്കിലും ഒരു വാല്യൂ നമ്മൾ ഡിക്ലെയർ ചെയ്യുവാണെങ്കിൽ നമ്മൾ ആ വാല്യൂൻ്റെ കൂടെ ഒന്നെങ്കിൽ സ്മോൾ എഫോ ക്യാപിറ്റൽ എഫോ നമ്മൾ നിർബന്ധമായിട്ടും ആഡ് ചെയ്തിരിക്കണം. ഇവിടെ കണ്ടോ 234.5 എഫ്. എഫ് ഇവിടെ ഇല്ല എങ്കിൽ ദിസ് വാല്യൂ വിൽ കൺസിഡേർഡ് ആസ് ഡബിൾ ആയിട്ട് കൺസിഡർ ചെയ്യത്തുള്ളൂ, ഫ്ലോട്ടായിട്ട് കൺസിഡർ ചെയ്യത്തില്ല. ഇപ്പോൾ സൈസ് വ്യത്യാസമുണ്ട്, അത് എറർ കാണിക്കും. സോ ഫ്ലോട്ടിംഗ് പോയിന്റ് ഡാറ്റ ടൈപ്സിൻ്റെ ആദ്യത്തെ ടൈപ്പ് ഫ്ലോട്ടാണ്. സൈസ് 4 ബൈറ്റ്സ്, റേഞ്ച് നിങ്ങൾ കാണാൻ പഠിക്കണം. ശ്രദ്ധിക്കേണ്ട കാര്യം, ഏതെങ്കിലും ഒരു വാല്യൂ ഫ്ലോട്ടായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ ദാറ്റ് വാല്യൂ ഷുഡ് ബി ഇമ്മീഡിയറ്റ്ലി ഫോളോഡ് ബൈ എ സ്മോൾ എഫ് ഓർ ക്യാപിറ്റൽ എഫ്. ദ നെക്സ്റ്റ് ഡാറ്റ ടൈപ്പ് ഈസ് ഡബിൾ. Double data type has 8 bytes size. And the size 8 bytes ആണ്. And the range 4.9 e raised to -34 to 1.8 e raised to plus 308. ഈ റേഞ്ച് നിങ്ങൾ കാണാതെ പഠിക്കണം. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു, ഏതെങ്കിലും ഒരു ഡെസിമൽ വാല്യൂ നമ്മൾ ഡിക്ലെയർ ചെയ്താൽ ആ വാല്യൂ ഡബിളായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യത്തുള്ളൂ. നമ്മളല്ല, ജാവ കമ്പൈലർ ഡബിൾ വാല്യൂ ആയിട്ട് കൺസിഡർ ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഡബിൾ വാല്യൂവിൻ്റെ കൂടെ പ്രത്യേകിച്ച് നമ്മളൊന്നും കൊടുക്കേണ്ട, വാല്യൂ മാത്രം എഴുതിയാൽ മതി. അതേസമയത്ത് ഫ്ലോട്ട് ആണെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ട് എഫ് നമ്മൾ അതിൻ്റെ കൂടെ കൊടുത്തിരിക്കണം. അപ്പോൾ നമ്മൾ ന്യൂമറിക്കൽ ഡാറ്റ ടൈപ്സിൻ്റെ അകത്ത് ഇൻറ്റീജർ ഡാറ്റ ടൈപ്സ് നമ്മൾ കണ്ടു, ബൈറ്റ്, ഷോർട്ട്, ഇൻറ്റ്, ലോങ്. ഫ്ലോട്ടിംഗ് പോയിന്റ് ഡാറ്റ ടൈപ്സിൻ്റെ അകത്ത് രണ്ടെണ്ണം ഉണ്ട്, ഫ്ലോട്ടും ഡബിളും. അടുത്തത് നോൺ ന്യൂമറിക്കൽ ഡാറ്റ ടൈപ്സ്, വാല്യൂ അല്ല, ഡിജിറ്റ്സ് അല്ലാത്തത്. രണ്ട് ടൈപ്പ് ഉള്ളത്, ക്യാരക്ടർ, രണ്ടാമത്തത് ബൂളിയൻ. ക്യാരക്ടർ ഡാറ്റ ടൈപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ദിസ് ഡാറ്റ ടൈപ്പ് ഈസ് യൂസ്ഡ് ടു സ്റ്റോർ എ ക്യാരക്ടർ. ഹിയർ Java use Unicode character system. ജാവയിൽ യൂണിക്കോഡാണ് ഉപയോഗിക്കുന്നത്. യൂണിക്കോഡ് എന്ന് മീൻസ് യൂണിവേഴ്സൽ കോഡ്. ദാറ്റ് മീൻസ് that code contains or that code can accept any languages in the world. ലോകത്തിലുള്ള ഏത് ലാംഗ്വേജസിനെയും അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ആ യൂണിക്കോഡിന് സാധിക്കണം. ആസ്കി കോഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇംഗ്ലീഷ് ആൽഫബറ്റ് എല്ലാം ആസ്കി കോഡിലാണ്. അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇൻ്റർചേഞ്ച്. നമ്മുടെ കീബോർഡ് എല്ലാം ആസ്കി കോഡാണ്. CPP എല്ലാം ആസ്കി കോഡിനെ ബേസ് ചെയ്തതാണ്. ആസ്കി കോഡിൻ്റെ അകത്ത് ആകെ നമുക്ക് ഈ ഇംഗ്ലീഷ് ക്യാരക്ടറും സ്പെഷ്യൽ കീസ് എല്ലാം കൂടെ കൂട്ടിയാലും 125 ക്യാരക്ടേഴ്സ് വരുന്നുള്ളൂ. വീണ്ടും അവിടെ ഇരട്ടി സ്ഥലം ചുമ്മാ കിടക്കുക. അതുകൊണ്ടാണ് ഇൻ C and CPP സൈസ് ഓഫ് എ ക്യാരക്ടർ ഈസ് 1 byte. ഒരു ബൈറ്റ് ക്യാരക്ടറേ ഉള്ളൂ. ക്യാരക്ടറിൻ്റെ സൈസ് 1 byte ആണ്. 1 byte നമുക്കറിയാം 256 ക്യാരക്ടേഴ്സ് നമുക്ക് സ്റ്റോർ ചെയ്യാം 8-bit ട്രേസ് ഉണ്ടാകത്ത്. പക്ഷേ അതിൻ്റെ പകുതി പോലും നമുക്ക് ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നില്ല. ബിക്കോസ് ദാറ്റ് ലാംഗ്വേജസ് ആർ ഇൻ ASCII ഫോർമാറ്റ്. ദേ യൂസ് ASCII കോഡ്. ബട്ട് ഇൻ ജാവ ക്യാൻ സപ്പോർട്ട് എനി ലാംഗ്വേജസ് ഇൻ ദ വേൾഡ്. ഏത് ലാംഗ്വേജസും ജാവയ്ക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. Because this use 2 bytes size. Java character has 2 bytes size. 2 byte size ഉണ്ട്. അതായത് നമുക്കറിയാം 65,536 ക്യാരക്ടേഴ്സിനെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ലോകത്തിലുള്ള എല്ലാ ക്യാരക്ടേഴ്സും കൂടെ കൂടിയാലും നിലവിൽ ഇതിൻ്റെ പകുതി പോലും ആയിട്ടുമില്ല. അതുകൊണ്ടാണ് ലോകം മുഴുവനുള്ള
ഏത് ലാംഗ്വേജസിൻ്റെയും ക്യാരക്ടറിനെ അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ജാവയുടെ ക്യാരക്ടറിൻ്റെ സൈസ് 2 ബൈറ്റ് ആക്കിയിരിക്കുന്നത്. സോ ദ സൈസ് ഓഫ് എ ജാവ ക്യാരക്ടർ ഡാറ്റ ടൈപ്പ് വിൽ ബി 2 bytes. ആ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് നോൺ ന്യൂമറിക്കൽ ഡാറ്റ ടൈപ്പ് ബൂളിയനാണ്. നമുക്കറിയാം ബൂളിയൻ വാല്യൂ സൈസ് എന്ന് പറയുന്നത് 1 ബിറ്റ് മതി. യെസ് ഓർ നോ, ട്രൂ ഓർ ഫോൾസ്, 1 ഓർ 0, ഇതിലേതെങ്കിലും ഒരു വാല്യൂ മാത്രമേ ഉള്ളൂ. സാധാരണ നമുക്കറിയാം 0 ഓർ 1 ആണ് കമ്പ്യൂട്ടറിൽ ഇത് വാല്യൂ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. നമുക്ക് ബൂളിയൻ വാല്യൂ എന്ന് പറയുന്നത് 2 വാല്യൂസേ ഉള്ളൂ, ഐദർ ട്രൂ ഓർ ഫോൾസ്. ട്രൂവിന് വേണ്ടി 1ഉം ഫോൾസിന് വേണ്ടി 0യും. അപ്പം ഇത് നമ്മൾക്ക് ഉപയോഗിക്കുന്ന റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് ഉപയോഗിക്കുമ്പോഴും ഒക്കെയാണ് ബൂളിയൻ വാല്യൂസ് നമുക്ക് ഉപയോഗിക്കേണ്ടി വരുന്നത്. അപ്പം ബൂളിയൻ ഡാറ്റ ടൈപ്പിൻ്റെ സൈസ് 1 ബിറ്റ് മതി. വൈ? ബിക്കോസ് ഇറ്റ് യൂസസ് ഐദർ 0 ഓർ 1. 0 1 അത് ഉപയോഗിക്കുന്നുള്ളൂ. അത് സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമുക്ക് ഒന്നെങ്കിൽ 0 സ്റ്റോർ ചെയ്യണം അല്ലെങ്കിൽ 1 സ്റ്റോർ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് 1 ബിറ്റ് സ്ഥലം മതി. അപ്പം ഇത്രയും ഡാറ്റ ടൈപ്സ് ആണ് നമുക്ക് പ്രധാനമായിട്ടും നമ്മൾ ജാവയിൽ ഉപയോഗിക്കുന്നത്. രണ്ടാമത്തെ നോൺ പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്സ് എന്ന് പറയുന്നത് യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്സ് ആണ്. അത് ക്ലാസ്സുകൾ, ഇൻ്റർഫേസുകൾ, അറേസ് അങ്ങനെയുള്ള കാര്യങ്ങളാണ്. നമ്മൾ അടുത്ത ക്ലാസ് മുതൽ പതിയെ അതിലേക്ക് നമ്മൾ കയറും. ആ സമയത്ത് അതെന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് കാണാം. ഇതാണ് പ്രധാനപ്പെട്ട ജാവയിലുള്ള ഡാറ്റ ടൈപ്സ്.